السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وآله وصحبه أجمعين. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ നിസ്കാരത്തെ പറ്റി പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞത് ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. അള്ളാഹു ശക്തിയായ പ്രയോഗം നടത്തിയിട്ടാണ് പറയുന്നത്, നിസ്കാരം മുഅ്മിനീങ്ങൾക്ക് കിതാബൻ മൗഖൂത, സമയം നിർണയിക്കപ്പെട്ട ഫർളാണ്. വെറും ഫർളാണ് എന്ന് പറഞ്ഞ് നിർത്തിയില്ല, സമയം നിർണയിക്കപ്പെട്ട ഫർളാണ് എന്ന് പറഞ്ഞു വെച്ചു. നിസ്കാരം മുഅ്മിനീങ്ങൾക്ക് സമയം നിർണയിക്കപ്പെട്ട ഫർളാണ് എന്ന് പറയുമ്പോൾ നിസ്കാരത്തിന്റെ വിഷയത്തിൽ സമയം നിർണായകമാണ് എന്നത് വ്യക്തമാണ്. അതേ സമയത്ത് നോമ്പിനെ പറ്റി പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? നിങ്ങൾ യാത്രക്കാരായാൽ, നിങ്ങൾ രോഗികളായാൽ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, മറ്റേതെങ്കിലും മാസത്തിൽ നിന്ന് തത്തുല്യമായ എണ്ണം പൂർത്തിയാക്കിയാൽ മതി. രോഗാണെങ്കിൽ ഇപ്പൊ തന്നെ വേണമെന്നില്ല, അസുഖമാണെങ്കിൽ ഇപ്പൊ തന്നെ വേണമെന്നില്ല. തത്തുല്യമായ ദിവസം മറ്റൊരു മാസത്തിൽ നിന്ന് എടുത്താൽ മതി എന്ന്. പക്ഷെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ കിതാബൻ മൗഖൂത, സമയം നിർണയിക്കപ്പെട്ട ഫർള്. ഇതുകൊണ്ട് എന്താ ഉണ്ടായത്? നിസ്കാരത്തിന്റെ സമയമായി, ഒരുത്തന് ഡ്രസ്സില്ല, ഒരിക്കലും ഔറത്ത് മറക്കാൻ സംവിധാനമില്ല, വഖത്തിന്റെ ഹുർമത്ത് ബഹുമാനം പാലിച്ച് നിസ്കരിച്ചോളണം. ഒളു എടുക്കാൻ സംവിധാനമില്ല, തയമ്മും ചെയ്യാനുള്ള മണ്ണുമില്ല, സമയം മാനിച്ച് നിസ്കരിച്ചോളണം. ചാണകത്തിലോ നജസിലോ കൊണ്ടുപോയി കെട്ടിയിട്ടിട്ടുണ്ട്, ഏതെങ്കിലും മരത്തിൽ തൂക്കിയിട്ടിട്ടുണ്ട്. സമയമായാൽ സമയത്തിനെ പരിഗണിച്ച് നിസ്കരിക്കണം, മാറ്റാൻ പറ്റില്ല. കിതാബൻ മൗഖൂത, കർശനമായിട്ട് അവിടെ പറഞ്ഞു വെച്ചു. അപ്പൊ ബുദ്ധി ഉണ്ടോ? സമയത്ത് നിസ്കരിക്കണം, മാറ്റിവെക്കാൻ പാടില്ല. കാരണം നിസ്കാരം സമയം നിർണയിക്കപ്പെട്ട ഫർള് എന്ന് കർശനമായി പറഞ്ഞു. ഹജ്ജിന് വിശാലമായ ടൈമാണ്. നോമ്പിന്റെ കാര്യം ഇപ്പൊ നമ്മൾ പറഞ്ഞു. നിസ്കാരത്തിന്റെ വിഷയം ഇങ്ങനെയായതുകൊണ്ട് എന്ത് ഷർത്ത് പാലിക്കാൻ പറ്റിയില്ലെങ്കിലും, ഫർള് പാലിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും സമയത്ത് നിസ്കരിക്കണം, പിന്നീട് നന്നായിട്ട് മടക്കണം എന്നാണ് പറഞ്ഞു കൊണ്ടുവന്നത്. അപ്പൊ ഇത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കാം. അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ട നിസ്കാരം പെട്ടെന്ന് ഖളാ വിട്ടൽ നിർബന്ധമാണ്. ഒരു കാരണവുമില്ലാതെ നഷ്ടപ്പെട്ട നിസ്കാരാണെങ്കിൽ വേഗം തന്നെ ഖളാ വിട്ടണം. കാരണത്തോടുകൂടെ നഷ്ടപ്പെട്ടതാണെങ്കിൽ ഖളാ വീട്ടണം, പെട്ടെന്ന് വേണം എന്ന് നിർബന്ധമില്ല. അപ്പോ ശ്രദ്ധിക്കുക, ഈ ഫർള് ഖളാ ഉള്ളവർക്കൊക്കെ അത് ഖളാ വീട്ടണം. ഇപ്പൊ സുബഹിക്ക് ഒരുപാട് ഖളാ ഉള്ളവര് തറാബീഹിനോട് കൂടിയാൽ മതി, ഓനെന്ത് നിയത്ത് വെച്ചാൽ മതി, ഞാൻ എന്റെ സുബഹി ഖളാ വീട്ടുന്നു നിയത്ത് വെച്ചിട്ട് ഇവിടെ വന്നിരുന്നാ മതി. ഓനേതാ നിസ്കരിക്കുന്നു, ഓന്റെ റബ്ബിനല്ലേ അറിയുള്ളൂ. ഇശാ നിസ്കരിക്കാത്തവർക്ക് തറാബീഹിൽ വന്ന് കൂടിയാൽ മതി, ബാക്കി 2 റക്അത്ത് എഴുന്നേറ്റ് നിന്ന് നിസ്കരിച്ചാൽ മതി. അപ്പൊ നിസ്കാരം സമയത്തെ തൊട്ട് പിന്തിക്കുന്നതിന് ഒരു എക്സ്ക്യൂസും ഇല്ല എന്നാണ്. കുറ്റം ഒഴിവാകുന്നത് എപ്പോഴാ? ഉറങ്ങിയിട്ട് പോയി, സമയം മുഴുവൻ ഒരാൾ ഉറങ്ങിയിട്ട് നിസ്കാരം സമയം കഴിഞ്ഞു പോയി, അത് അവിടെ ഓനക്ക് വിട്ടുവീഴ്ചയുണ്ട്. ഖളാ വീട്ടണം, കുറ്റത്തിന് ഒഴിവാണ്. മറവി എന്നാൽ വക്ത് മുഴുവൻ മറന്നു. ആദ്യം ഓർമ്മ ഉണ്ടായിരുന്നു,
പിന്നെ കുറച്ച് കഴിഞ്ഞ് നിസ്കരിക്കാന്ന് വിചാരിച്ചു, പിന്നെ ഓർമ്മ വന്ന്, പിന്നെ കുറച്ച് കഴിഞ്ഞ് സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് പിന്നെയും ചിന്തിച്ച്, അങ്ങനെയാണ് മറന്ന് കണ്ട് ഒഴിവായി. അതിന് ഒഴിവുണ്ടോ? ആ മറവിക്ക് എന്തില്ല, അതിന് പിന്നെ ഇത് കൊടുക്കൂല, വിടുതി കൊടുക്കൂല. എല്ലാം മറവിയെന്നും പറഞ്ഞുകാണ്ട് എല്ലാ മറവിക്കും അങ്ങനെ മാപ്പ് കൊടുക്കാൻ പറ്റുമോ? ഓപ്പറേഷൻ ചെയ്തിട്ട് കത്തിരി മറന്നിക്കുന്നില്ലേ, പഞ്ഞിക്കെട്ട് മറന്നിക്കണില്ലേ, അത് മറവിയെന്നും പറഞ്ഞിട്ട് അതിന് കേസ് എടുക്കുന്നില്ലേ? അപ്പോ ചില മറവികള് അങ്ങനെ അതിന് മാപ്പൊന്നും കൊടുക്കൂല. അതുപോലെ തന്നെ വക്തിന്റെ ഇടയിൽ വെച്ച് ഉണർന്നു, സമയം നോക്കി, ഇനി ഒരുപാട് സമയമുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി, പിന്നെ ഉറങ്ങി, പിന്നെ അത് കഥ ആയി. എന്നാലോ അതും അങ്ങനെയല്ലേ? അതും അങ്ങനെ. അപ്പൊ പറഞ്ഞു വന്നത്, നഷ്ടപ്പെട്ട നിസ്കാരങ്ങൾ ഖളാഅ് വീട്ടൽ നിർബന്ധം. ഖളാഅ് വീട്ടുമ്പോ അതിന്റെ ഓർഡർ പാലിക്കൽ സുന്നത്താണ്. ഓർഡർ പാലിക്കുക, ളുഹർ, അസ്ർ, മഗ്രിബ്, സുബഹി, ളുഹർ ഉണ്ടല്ലോ, ആ ഓർഡർ പാലിക്കുക. ആദ്യത്തതിന് ബാങ്കും അങ്ങനെ ഓർഡർ പ്രകാരം നമ്മൾ നഷ്ടപ്പെട്ടത് ഖളാഅ് വീട്ടുകയാണ്. അപ്പൊ ആദ്യത്തതിന് ബാങ്കും ഇഖാമത്തും കൊടുക്കുക സുന്നത്ത്. ബാക്കിയുള്ളതിനൊക്കെ ഇഖാമത്ത് മാത്രം കൊടുക്കുക. 132 കിലോമീറ്റർ ഉള്ള യാത്ര ദീർഘയാത്രയായിട്ട് പരിഗണിക്കുന്നു. 132 കിലോമീറ്റർ ഉള്ള ഹലാലായ യാത്ര, നിർണിത ലക്ഷ്യമുള്ള യാത്ര. ലക്ഷ്യം വേണേ, കുട്ടികൾ വൃത്തിക്കോണമായി ഇങ്ങനെ പോവുകയാണ്. ഈ പള്ളി കഴിഞ്ഞ അടുത്ത പള്ളി, ആ പള്ളി കഴിഞ്ഞ അടുത്ത പള്ളി. എവിടുക്കാ പോകുന്നത്? എവിടുക്കാന്നൊന്നുമില്ല, ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ്, പള്ളി തെരഞ്ഞു നടക്കുകയാണ്. ഓന് ലക്ഷ്യമില്ല, ഓനക്ക് പറ്റൂല. അതുപോലെ ഇങ്ങനെ നടക്കുന്ന ആൾക്കാരുണ്ട്, സക്കാത്ത് വാങ്ങാൻ ഇങ്ങനെ നടക്കുകയാണ്. ഓരെ പറ്റിയൊന്നുമല്ല പറഞ്ഞത്. നിർണിതമായ ലക്ഷ്യമുള്ള 132 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ള ഹലാലായ യാത്ര. ആ യാത്രയിൽ ഈ പറഞ്ഞ സമയം മാറ്റിവെക്കാം. ളുഹർ നിസ്കാരം ളുഹറിന്റെ ടൈമിൽ നിസ്കരിക്കണം എന്നില്ല, അസറിന്റെ സമയത്തേക്ക് മാറ്റാം. പക്ഷെ ളുഹർ ബാങ്ക് കൊടുത്ത ആ ളുഹറിന്റെ സമയത്ത് ഓൻ കരുതണം, എന്റെ ളുഹർ ഞാൻ അസറിലേക്ക് പിന്തിക്കുന്നു എന്ന് കരുതിയിട്ടേ മാറ്റാവൂ, അല്ലെങ്കിൽ ഖളാ ആവും. മനസ്സിലാവുണ്ടോ? ളുഹറിന്റെ ടൈമിൽ എന്ത് ചെയ്യണം? ഓൻ കരുതണം, ഞാൻ യാത്രക്കാരനാണ്, എന്റെ ളുഹറിനെ ഞാൻ അസറിലേക്ക് പിന്തിക്കുന്നു എന്ന് കരുതണം. അങ്ങനെ കരുതിയാൽ അവിടെ സമയം അങ്ങോട്ട് മാറ്റാം. അപ്പൊ പിന്നെ അത് അസർ ബാങ്ക് കൊടുത്താൽ ളുഹർ നിസ്കരിച്ചില്ല, ഖളാ ആക്കി എന്നുള്ള കുറ്റം വരൂല. അവൻ നേരത്തെ തീരുമാനിച്ചു വെച്ചതല്ലേ. അപ്പൊ പറഞ്ഞു വന്നത്, ഈ നിസ്കാരത്തിന്റെ വിഷയത്തിൽ സമയം കർശനമാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞതാണ് ഇപ്പൊ വിശദീകരിച്ചത്. മനസ്സിലാവുണ്ടോ? എനിക്ക് തിരിയുന്നുണ്ടോ? പള്ളിയിൽ കയറിയാൽ തഹിയ്യത്ത് നമസ്കാരം ഒരു പ്രധാനപ്പെട്ട സുന്നത്താണ്. നമ്മളൊരു വീട്ടിക്ക് കയറുമ്പോ വെറും കൈയോടെ പോകാൻ പറ്റും? എന്തെങ്കിലൊക്കെ വാങ്ങണ്ടേ, അല്ലേ? വെറുതെ ഒരു വീട്ടിക്ക് പോകുന്നതിന് മര്യാദ അല്ലല്ലോ. ഒരു വീട്ടിലേക്ക് പോകുമ്പോ വല്ല അച്ചപ്പോ വത്തക്കോ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് സെഞ്ചി നിറച്ചിട്ട് പോകലല്ലേ അതിന്റെ മര്യാദ. അപ്പോ അള്ളാഹുവിന്റെ വീട്ടിലേക്കാണ് നമ്മൾ കയറി വരുന്നത്. അള്ളാഹുവിന്റെ വീട്, പള്ളി എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ വേണ്ടി വെക്കപ്പെട്ടതാണ്, സ്ഥാപിക്കപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നിസ്കാരവും ഇല്ലാതെ തിരിച്ചു പോയിക്കൂടാ, അത് കറാഹത്താണ് എന്ന്. അപ്പോ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കാം. ഇനി തഹിയ്യത്ത് മറ്റുള്ളതിന്റെ ഉള്ളിൽ കയറും. നമ്മൾ പറഞ്ഞില്ലേ, ചിലപ്പം തങ്കയത്ത് നോമ്പ് മുറിച്ചാൽ അത് നോമ്പ് തൊറയായി മാറും. അത്രക്കും വലിയ വിഭവം മുറിക്കാൻ തന്നെ ഉണ്ടാവും, നമ്മൾ മിഞ്ഞാന്ന് പറഞ്ഞില്ലേ. എന്നതുപോലെ വേറെന്തെങ്കിലും സുന്നത്ത് നിസ്കരിച്ചാൽ അതിൽ ഏത് കയറും? തഹിയ്യത്ത് കയറും. അത് തഹിയ്യത്തും കൂടി കരുതിയാൽ കൂലി കിട്ടും. തഹിയ്യത്തും കൂടി കരുതിയാൽ അതിന്റെ കൂലി കിട്ടും. ഇല്ലെങ്കിൽ തഹിയ്യത്ത് നിസ്കരിച്ചത് പോലെ കറാഹത്തും ഒഴിവാകും. കൂലി കിട്ടണമെങ്കിൽ കരുതണം. അപ്പൊ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കാതെ അള്ളാഹുവിന്റെ വീട്ടിൽ നിന്ന് കയറിയിട്ട് അത് ചെയ്യാതിരിക്കൽ കറാഹത്താണ് എന്നാ പറഞ്ഞത്. അതില്ലാതെ അവിടെ ഇരിക്കരുത്. ഇനി നിസ്കരിക്കാൻ ടൈമില്ല, ഇവിടെ ഇഖാമത്ത് കൊടുക്കാൻ സമയമായിരിക്കും, എന്നാലോ എന്താ ചെയ്യാ? നിന്നുകൊണ്ട് അവിടെ വെയിറ്റ് ചെയ്യാം. നിന്നുകൊണ്ട് വെയിറ്റ് ചെയ്യാ, ഇരിക്കണ്ട.
ഇരിക്കലല്ല ഈ കറാത്ത്. അപ്പൊ എന്ത് ചെയ്യണ്ട, അവിടെ നിന്നുകൊണ്ട് വെയിറ്റ് ചെയ്യാം. ഇരുന്നാൽ പിന്നെ തഹിയ്യത്തിന്റെ സമയം കഴിഞ്ഞു. അപ്പൊ പള്ളിയിൽ വെള്ളമുണ്ട്, ദാഹിക്കുന്നുണ്ട്, തയ്യത്ത് നിസ്കരിച്ചിട്ടില്ല. അപ്പൊ എന്താ ചെയ്യാ? അങ്ങനെ വെള്ളം കുടിക്കാതിരിക്കണ്ടേ? നിന്ന് വെള്ളം കുടിക്കൽ കറാത്താണ്. അപ്പൊ എന്താ ദാഹിച്ച് നിസ്കരിക്കലും കറാത്താണ്. അപ്പൊ എന്താ ചെയ്യാ? നിന്ന് വെള്ളം കുടിക്കലും കറാത്താണ്, ദാഹിച്ച് നിസ്കരിക്കലും കറാത്താണ്. വെള്ളം ഇവിടെ ഇരിക്കുന്നുണ്ട് ഒരു കുട്ടി, കാലിന്റെ മുകളിൽ കുത്തിരിക്കാല്ലേ? ഒന്ന് നേരെ തന്നെ ഇരിക്കാം കേട്ടോ, നേരെ തന്നെ ഇരിക്കാം, വെള്ളം കുടിക്കാൻ വേണ്ടിട്ടല്ലേ, മനസ്സിലായോ? ആ, നേരെ തന്നെ ഇരുന്ന് പെട്ടെന്ന് വെള്ളം കുടിച്ച് വേഗം എന്ത് ചെയ്യാൻ നിസ്കരിക്കാം. അമാതിരി ഇരുന്ന് നിസ്കരിക്കുന്ന ആൾക്കാരില്ലേ, ഒരു പാതിയെ വന്നിരിക്കല്ലേ? ഇരുന്ന് നിസ്കരിക്കുന്ന ആൾക്കാരില്ലേ, ഒരു തയ്യത്ത് ആദ്യം വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇരിക്കല്ലേ? അതിരിക്കാം കേട്ടോ. അപ്പോ ഇനി ഒരാൾക്ക് അങ്ങനെ തഹയ്യത്ത് നിസ്കരിക്കാൻ സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ നിസ്കരിക്കുന്നില്ലെങ്കിൽ ആ കറാഹത്തിൽ നിന്ന് ഒഴിവാവാൻ ഒരു ചെറിയ സംവിധാനമില്ല. എന്താ ഒരു ദിക്റില്ലേ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. അത് തഹിയ്യത്തിന്റെ സ്ഥാനത്താണ്. മനസ്സിലായില്ലേ? അപ്പൊ എന്തായാലും അത് ശ്രദ്ധിക്കുക. ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോ ആ വീട്ടിന്റെ ഉടമക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുക എന്നതിന്റെ ഭാഗമായിട്ടാണ് തഹിയ്യത്ത്, ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഫർദ് നിസ്കാരത്തിൽ കരുതാ, ഫർദ് നിസ്കാരത്തിൽ നമ്മൾ തഹിയ്യത്ത് എന്ന് കരുതിയ തഹിയ്യത്തിന്റെ കൂലി ഇട്ടു. ഏത് നിസ്കാരാണെങ്കിലും അതിൽ തഹിയ്യത്ത് എന്ന് കരുതിയാൽ എന്താകും? തഹിയ്യത്തിന്റെ കൂലി ഇട്ടു. ഇമാമ് ഖുത്ബ ഓതുന്ന സമയത്ത് 2 റക്അത്ത് പെട്ടെന്ന് നിസ്കരിച്ച് തീർക്കണം എന്നാണ് ഖുത്ബ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിഷയങ്ങളൊക്കെ മനസ്സിലായില്ലേ? അപ്പൊ ഇന്നവിടെ നിർത്താം. ഒരു കാര്യം നമുക്ക് ഒരു വിശുദ്ധ ഖുർആനിലെ ഒരു പ്രധാനപ്പെട്ട സംഗതിയെ പറ്റി പറയണം. ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്താല് അതിന്റെ കൂലി ക്ലാസ് എടുത്തവർക്കും ഒക്കെ കിട്ടുമല്ലോ. ഈ നെറ്റ്വർക്ക് ബിസിനസ് പോലെ തന്നെ ആരെങ്കിലും എവിടെങ്കിലും പ്രൊഡക്ഷൻ വാങ്ങിയാൽ മതി, അതിന്റെ പെർസെന്റേജ് അക്കൗണ്ട് കയറുന്നല്ലേ, എന്തെങ്കിലും എവിടെങ്കിലും വാങ്ങിയാൽ. അപ്പോ ഒന്ന് ശ്രദ്ധിക്കാം. ഈ ഇന്നാ അൻസൽനാഹു സൂറത്തിൽ ഫീ ലൈലത്തുൽ ഖദ്ർ, അതിനെ പറ്റിയിട്ട് ഹദീസ് ഉണ്ട്. മൻ ഖറഅഹ യൗമൽ ജുമുഅ, ഇന്നലെ പറയണ്ട, മൻ ഖറഅഹ യൗമൽ ജുമുഅത്തി അൽഫ മറ ഇന്നാ അൻസൽനാ ഫീ ലൈലത്തുൽ ഖദ്ർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ സൂറത്ത് 1000 പ്രാവശ്യം വെള്ളിയാഴ്ച ഒരാൾ ഓതിയാൽ ലം യമുത്ത് ഹത്താ യറ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ മനാമിഹി, സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാതെ അവൻ മരിക്കൂല എന്ന്. 1. 2. വമൻ അഖദ ബിനാസിയത്തി വലദിഹി, കുട്ടിയുടെ തലയിൽ ഒന്നിങ്ങനെ കൈപിടിച്ചു. സുമ്മ ഖറഅ അലൈഹി സൂറ, എന്നിട്ട് ഇന്നാ അൻസൽനാഹു സൂറത്ത് ഓതിയാൽ അറാഹുല്ലാഹു ഫീഹി മാ യുഹിബ്ബുഹു, കുട്ടി എങ്ങനെയാവാനാണോ അവൻ ഇഷ്ടപ്പെടുന്നത് ആ രൂപത്തിലുള്ള സ്വഭാവങ്ങളും ശീലങ്ങളും ആ കുട്ടിയിൽ അള്ളാഹു കാണിച്ചു കൊടുക്കും. കുട്ടിയുടെ തലയിൽ ഒന്ന് പിടിച്ച് എന്തോത? ഇന്നാ അൻസൽനാഹു ഓതുക. വകദാലിക സൗജത്തു, ഇതേപോലെ തന്നെ ഭാര്യയും. കേട്ടോളി, ഇതേപോലെ തന്നെയാണ് ഭാര്യയും. ഇദാ അഖദ ബിനാസിയതിഹ, ഓളെ നെറുന്തലയിൽ പിടിച്ചിട്ട് വഖറഅ അലൈഹ സൂറത്തുൽ ഖദ്ർ അറാഹുല്ലാഹു ഫീഹാ മാ യുഹിബ്ബുഹു, അവളിലും ഓൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള സ്വഭാവവും പെരുമാറ്റവും അല്ലാഹു തആല കാണിച്ചു കൊടുക്കും എന്ന്. മനസ്സിലായോ? എല്ലാ ദിവസവും ഒന്നുമില്ല, നിങ്ങൾ എപ്പോ വേണമെങ്കിൽ ചെയ്തോളി. മനസ്സിലായില്ലേ? തിന്നോ? നമ്മളൊക്കെ ഇത് മുമ്പേ കണ്ടത് കൊണ്ട് കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പം പറ്റുമെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ചെയ്തോളി കേട്ടോ. അതേപോലെ തന്നെ ഒരു പുതിയ വാഹനം വാങ്ങുകയാണെങ്കിലും അവിടെയും ആ വാഹനം കൈപ്പറ്റുന്ന സമയത്ത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്നുള്ളത് ഓതിയാല് ഓൻക്ക് താല്പര്യപ്പെട്ടതുപോലെ ഇഷ്ടപ്പെട്ടതുപോലെ ആ വാഹനത്തിൽ അല്ലാഹു തആല കാണിച്ചു കൊടുക്കുന്നതാണ്. ഇടക്കിടക്ക് വർക്ക്ഷോപ്പിൽ കയറ്റേണ്ട അവസ്ഥയൊന്നും ഉണ്ടാവൂല. മനസ്സിലായില്ലേ? അപ്പൊ അത്രക്കും മഹത്വമുള്ള സൂറത്താണ്
ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. അള്ളാഹു നമുക്ക് പുണ്യങ്ങൾ വർദ്ധിപ്പിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. റഹ്മാൻ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ നീ പൊറുക്കണേ അല്ലാഹ്. അള്ളാഹുവെ, എന്നെ തൃപ്തിപ്പെടുത്തി നിനക്ക് ഇബാദത്തെടുത്ത് ജീവിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. ഈ ഇൽമിന്റെ മജ്ലിസ് നീ ഖബൂലാക്കണേ അല്ലാഹ്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم برحمتك يا ارحم